നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രെയിനിങ് അക്കാഡമികളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് പഠിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഒരു ട്രെയിനിങ് അക്കാഡമി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണോ, അതോ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കണം. ഈ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത് തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണോ വേണ്ടത്, അതോ തിയറി ബേസ്ഡ് ട്രെയിനിങ് ആണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതോ ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ട്രെയിനിങ് ആണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അക്കാഡമി എന്തൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായി നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ കോഴ്സാണ് പഠിക്കാൻ തീരുമാനിച്ചത് എങ്കിൽ ഈ അക്കാഡമി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റാക്കിലാണ് അവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അടുത്ത് അവരുടെ സിലബസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സുമായിട്ട് അലൈൻ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്ട്രക്ടറുടെ ക്വാളിറ്റിയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, എത്ര കുട്ടികളെ അദ്ദേഹം ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ്, അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കേഷൻ, ടീച്ചിങ് സ്റ്റൈൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ റിയൽ ടൈം എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനേഴ്സ് പഠിപ്പിക്കുന്ന അക്കാഡമികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ആ അക്കാഡമിയുടെ അക്രഡിറ്റേഷൻസ് ആൻഡ് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്സ് ആണ്. അതായത് ആ കമ്പനി ഏതെങ്കിലും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ബോഡി അംഗീകരിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും IT ലീഡേഴ്സ് അവരെ അംഗീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫ്രാസ്ട്രക്ചറാണ്. ക്ലാസ് റൂമുകളുടെയും ലാബിന്റെയും നിലവാരം, ആവശ്യത്തിന് എക്യുപ്മെന്റ്സ്, PCs, സോഫ്റ്റ്വെയർസ് തുടങ്ങിയവ കുട്ടികൾക്ക് നൽകുന്നുണ്ടോ, ട്രെയിനേഴ്സ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ കുട്ടിക്ക് നൽകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ഭാഗമായുള്ള പ്രോജക്റ്റുകളാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എത്ര പ്രോജക്ട്സ് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെ തരം പ്രോജക്ട്സ് ആണ്, ഇന്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. പ്ലേസ്മെന്റ് സപ്പോർട്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ അക്കാഡമിക്ക് ഡെഡിക്കേറ്റഡ് ആയുള്ള ഒരു പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ട്രെയിനിങ് നൽകുന്നുണ്ടോ, ആരൊക്കെയാണ് അവരുടെ പ്ലേസ്മെന്റ് പാർട്ട്നേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥികൾ ഏതൊക്കെ കമ്പനികളിൽ ഏതൊക്കെ സാലറി ബാൻഡിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൽ ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. റെഫറൻസസ് ആൻഡ് റിവ്യൂസ് പ്രധാനമായും ശ്രദ്ധിക്കണം. ആ സ്ഥാപനത്തിൽ മുൻപ് പഠിച്ചിരുന്ന കുട്ടികളുടെ റെഫറൻസ് ചോദിക്കാം. സ്റ്റുഡന്റ് ടെസ്റ്റിമോണീസ്, ഗൂഗിൾ റിവ്യൂസ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. കഴിയുമെങ്കിൽ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.